ഇന്നും യേശുവിനോടുകൂടെ യാത്ര തുടരാമെന്ന ഈ ശുശ്രൂഷയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ വന്ദനം പറയുകയും ചെയ്യുന്നു. സമാധാനത്തോടെ ജീവിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഭാഗ്യകരമായ ഒരു അവസ്ഥയാണ്. അതിനു വേണ്ടിയിട്ട് ചില ആളുകൾ ചിന്തിക്കുന്നത് പോലെ ധാരാളം പണം ഉണ്ടായിക്കൊള്ളണമെന്നോ വലിയ ഉദ്യോഗം വേണമെന്നോ പ്രശസ്തി ഉണ്ടായിരിക്കണമെന്നോ അങ്ങനെയൊന്നും നിർബന്ധമില്ല. ഒരുപക്ഷെ ഇങ്ങനെയുള്ള എല്ലാ സൗഭാഗ്യങ്ങളും മാനുഷികമായ ദൃഷ്ടിയിൽ അനുഭവിക്കുന്ന പലരുമാണ് തീരെ സമാധാനമില്ലാതെ ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അതിനകത്ത് അതിശോക്തി ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും അതിശോക്തി ഇല്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ ഇങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളുമില്ലാത്ത, അതായത് ഭൗതിക നന്മകളില്ല, പ്രശസ്തിയില്ല, ഉയർന്ന ഉദ്യോഗമില്ല, സമ്പത്തില്ല, ഇങ്ങനെയുള്ള യാതൊന്നുമില്ലാത്ത പലരും സമാധാനം അനുഭവിച്ച് ജീവിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഉറക്കമില്ലായ്ക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമാണ് സമാധാനമില്ലാത്തതിൻ്റെ. എന്നാൽ ഈ സാധാരണക്കാരെ നോക്കൂ, അവർക്ക് ഉറക്കക്കുറവ് എന്ന് പറയുന്ന ഒരു പ്രശ്നമേ ഇല്ല. തുടർന്നുള്ള വചനധ്യാനം എല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 4-ാം സങ്കീർത്തനം 8-ാം വാക്യം വായിക്കട്ടെ. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ചില കുടുംബങ്ങളിൽ ദീർഘനാളുകളായിട്ട് അവർക്ക് ഒരു തലമുറയില്ലാതെ ഭാരപ്പെടുന്നു. അവരുടെ അസമാധാനത്തിൻ്റെ കാരണം അതാണ്. എന്നാൽ ചില കുടുംബങ്ങളിൽ അങ്ങനെയല്ല, അവർക്ക് മക്കളുണ്ട്, അവരെ കൊണ്ട് സമാധാനമില്ല. അസമാധാനം അനുഭവിക്കുന്ന മാതാപിതാക്കന്മാർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ദേശത്തുണ്ട്. എത്രയോ കുടുംബങ്ങൾ വഴക്കും വക്കാണവും കോടതി കയറ്റവും ഒക്കെ ആയിട്ട് കഴിയുന്നു. വാസ്തവത്തിൽ മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമാധാനം എന്നത് ക്രിസ്തുവാണ്. ക്രിസ്തു ഉണ്ട് എങ്കിൽ ആ ആളിന് സമാധാനമുണ്ട് എന്നുള്ളത് അതിശയോക്തി അല്ലവേ അല്ല. ക്രിസ്തു ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവെന്താണ്? നമ്മൾ വചനം പ്രസംഗിക്കുന്നു എന്നതുകൊണ്ട് പൂർണ്ണമായിട്ടും അത് യോജിക്കാൻ കഴിയില്ല. എന്നും പ്രാർത്ഥിക്കുന്നു എന്നതുകൊണ്ട് അത് പൂർണ്ണമായിട്ടും ശരിയായിക്കൊള്ളണമെന്നില്ല. എല്ലാ നിലകളിലും നമ്മൾ സുവിശേഷ വ്യാപൃതരായി ജീവിക്കുന്നു എന്നതുകൊണ്ടും അതിനകത്ത് വലിയ അർത്ഥമൊന്നുമില്ല. വാസ്തവത്തിൽ ഒരാൾ സമാധാനം അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ആളുടെ മരണം സംഭവിക്കുന്ന സമയം മുൻകൂട്ടി മനസ്സിലാക്കിയാൽ ആ ആൾ സമാധാനത്തോടെയാണ് മരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ആൾക്ക് ക്രിസ്തുവുണ്ട്. 18-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന ആളായിരുന്നു ജോൺ വെസ്ലി എന്ന ഭക്തനായ മനുഷ്യൻ. 88-ാമത്തെ വയസ്സിൽ താൻ മരിക്കുന്നതുവരെ ഒട്ടും വിശ്രമമില്ലാതെ സുവിശേഷ പ്രവർത്തനങ്ങളിൽ താൻ വ്യാപൃതനായിരുന്നു. ഒരു ദിവസം തന്നെ 3-4 സ്ഥലങ്ങളിൽ പ്രസംഗങ്ങളും ബൈബിൾ ക്ലാസ്സുകളും പ്രാർത്ഥനാ യോഗങ്ങളുമൊക്കെ നടത്തിയിരുന്നത് കുതിരവണ്ടിയിലും കാൽനടയായുമൊക്കെ യാത്ര ചെയ്തുകൊണ്ടായിരുന്നു. ഇത് കണ്ട് അനേകരും അദ്ദേഹത്തെ അത്ഭുതത്തോടെയായിരുന്നു നോക്കിക്കണ്ടുകൊണ്ടിരുന്നത്. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ സ്നേഹിതൻ ഇങ്ങനെ ചോദിച്ചു, വെസ്ലി, നാളെ അർദ്ധരാത്രിയിൽ താങ്കൾ മരിക്കുമെന്നറിയുക, അങ്ങനെ സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ താങ്കൾ എങ്ങനെയാണ് സമയം ചെലവഴിക്കുന്നത്? അദ്ദേഹം കൊടുത്ത മറുപടി ഇങ്ങനെയായിരുന്നു, സാധാരണ പോലെ തന്നെ ഞാൻ സമയം ചെലവഴിക്കും. അതായത് ഇന്ന് വൈകിട്ട് ഞാൻ ഗ്ലോച്ചസ്റ്ററിൽ പ്രസംഗിക്കും. പതിവിൻ പ്രകാരം പ്രഭാതത്തിൽ ഉണർന്ന പ്രാർത്ഥനകൾക്കും ദിനചര്യകൾക്കും ശേഷം ട്യൂക്സ്ബറിയിലേക്ക് പോയി ഇവിടെ ഉച്ച കഴിഞ്ഞ് നടക്കുന്ന സമ്മേളനത്തിൽ പ്രസംഗിക്കും. അതിനുശേഷം വൈകിട്ട് ഞാൻ മാർട്ടിൻ്റെ ഭവനത്തിലേക്ക് പോകും. അവൻ എന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. യോഗത്തിലിരിക്കുന്ന അവനെ കണ്ട് അവനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. രാത്രിയിൽ ഞാൻ പതിവ് പോലെ ഉറങ്ങാൻ പോകും. സ്വർഗീയ പിതാവിൻ്റെ കരങ്ങളിൽ എന്നെ തന്നെ നൽകിക്കൊണ്ട് ശാന്തമായി ഉറങ്ങും. ഞാൻ ഉണരുന്നത് സ്വർഗത്തിലായിരിക്കും. അർദ്ധരാത്രിക്ക് മരണം സംഭവിക്കും എന്ന സങ്കല്പത്തിലാണ് ഉണരുമ്പോൾ താൻ സ്വർഗത്തിലായിരിക്കുമെന്ന് പ്രസ്താവിച്ചത്. ചോദ്യം നാം ഓരോരുത്തരോടായി ചോദിച്ചു കൊള്ളുക, എന്തായിരിക്കും നമ്മുടെ പ്രതികരണം? ഈ പ്രത്യാശ പ്രസംഗിക്കുന്ന ഒരു യോഗത്തിൽ ഒരു ദിവസം ഇങ്ങനെ ഒരു പ്രഖ്യാപനമുണ്ടായി, സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഒന്ന് കരമുയർത്തിയാട്ടെ. മുഴുവൻ ആളുകളും കരമുയർത്തിയെന്നാണ് കേട്ടത്. അതിനുശേഷം അദ്ദേഹം ഇങ്ങനെ ചോദിച്ചു, ഇപ്പോൾ തന്നെ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ ഒന്നുകൂടി കരമുയർത്തിക്ക്. കൃപയാൽ ആരുടെയും കരം ഉയർന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഒരുപക്ഷെ ഇത് അതിശയോക്തിയാവാം. എത്ര പരിഭ്രാന്തി പുലർത്തിയാലും മരണം സംഭവിക്കേണ്ട സമയത്ത് സംഭവിക്കുക തന്നെ ചെയ്യും. എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് ഭക്തനായ ഒരു യഹൂദൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമെന്ന്, ദൈവമേ, എൻ്റെ ആത്മാവിനെ ഞാൻ അങ്ങയുടെ കയ്യിൽ ഭരമേൽപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൻ്റെ ഓരോ ദിവസങ്ങളിലും തികഞ്ഞ പ്രത്യാശയോടെ ആയിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ, ആമേൻ.